ഗൈസ് നല്ല കിഡിലും സ്പേസ് ആട്ടത്, ഒന്നും പറയല്ല. ചായക്കട ഇവിടെ, ചായക്കട ഇല്ലല്ലോ നാട്ടില്, ചായക്കടയെ കാണാനില്ല. എവിടെ പോവാന്നൊരു കുറിപ്പില്ല. ഉണ്ടോ ചായക്കട? ഉണ്ടോ? കോഴിക്കട കോഴി മേടിച്ച് റൂം പോയി കുക്ക് ചെയ്യാം. ഗൈസ് അപ്പം നമ്മള് ചായക്കടയിൽ എത്തിയിട്ടുണ്ട്. പോയി വെക്കാം. ഗൈസ് അപ്പോൾ എന്താണ് ചെമ്പല്ലി കറിയും നല്ല ചെമ്പല്ലിൻ്റെ കറിയും പൊറാട്ടയും. എന്താണ് കടലക്കറിയും പുട്ടും. റിസോർട്ടിൽ കഴിച്ച് മടുക്കുന്നത്. ഇവിടെ വന്നപ്പോൾ കഴിച്ചൊരു പൂതി. റിസോർട്ടിലൊന്നും പുട്ട്, എന്നിട്ട് ഇവിടെ എന്താണ് പുട്ട്? എന്താടാ ഗൈസ് അപ്പം നമ്മള് ചായ കുടിച്ചിറങ്ങി. എടാ ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് നൈസ്, കൊള്ളാം, സെറ്റാണ്. നമ്മള് ഈ വലിയ വലിയ കടയിൽ നിന്ന് കഴിക്കുന്ന നമുക്ക് ഫീൽ എങ്ങനെ? ചെറിയ അല്ലെ, ചെറിയ തട്ടുകടയിൽ കഴിക്കുമ്പോ എനിക്ക് ചെറിയ തട്ടുകടയാണ് എന്താ ഒരു നന്മയാണത്. നാട്ടിൽ ഇപ്പൊ ഇവിടെ വന്നപ്പോ ശരിക്കും നമ്മുടെ നാട്ടിൽ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഒരു ഫുഡിന്റെ ആ ഒരു ഫീൽ, ആ ഒരു ഇത്, അതായത് നമുക്ക് വലിയ കടയിൽ നിന്ന് കഴിച്ചാല് കിട്ടൂല. നമ്മള് നേരെ ചിക്കനും എന്താ പറയാ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി റൂമിൽ പോയി സെറ്റ് ആക്കണം. എന്താ ഉണ്ടാക്കണം നമ്മള്? ചിക്കൻ കറി. നമ്മളവിടെ കട കണ്ടില്ലേ? ചിക്കൻ കറിയോ? ആലോചിക്കാം. ബേക്കറി എന്തെങ്കിലും ഓടിക്കല കാണണം. എന്താ അങ്ങനെ? നമ്മള് 4 മുട്ടയും വാങ്ങുന്നുണ്ട്. ആവശ്യം വരുമല്ലോ. അവിടെ ചന്ദ്രിക വാങ്ങിക്കളാ. സന്തൂറുണ്ട്. സന്തൂറോ അതെയോ? ആണോ? ഇതേ എന്റെ കുട്ടിക്ക് വാങ്ങി കൊടുക്കട്ടോ. ചെറുത് മതി. എന്താണോ കിൻഡർ ജോയ്? കുണ്ടർ ജോയ് ആണ്. കുണ്ടർ ജോയ് പുകയില രഹിത സ്ഥലം. കാണുന്നുണ്ട്. ഇവിടെ എവിടെയും പുകയില രഹിതാണ് ഇവിടെക്ക. അങ്ങനെ ആവണം എല്ലായിടത്തും. ഈ സാധനമാണ് നമ്മൾ വാങ്ങിക്കണേ. ഒന്നും പറഞ്ഞില്ല, കില്ലാ ഡേസ് എടാ. ഇനി നമ്മള് എനിക്കെല്ലാം ഇഷ്ടമായി. നമുക്ക് പിന്നെ എന്തും പോകും, ഇവർക്കൊന്നും ഇഷ്ടപ്പെടില്ല. കുരുമുളക് വാങ്ങാൻ മറന്ന്. കുരുമുളക് വാങ്ങാൻ പോണേ. പെപ്പർ ഞങ്ങൾ മലപ്പുറംകാരി കുരുമുളക് എന്നൊക്കെ പറയാം. നമ്മള് കുരുമുളക് വാങ്ങാൻ പോവാണ്. കാരണം ചിക്കൻ ഉണ്ടാക്കുമ്പോൾ നല്ല കുരുമുളകൊക്കെ ഇട്ട് നല്ല സ്പൈസ് ആക്കണ്ടേ. അതിനെ വേണ്ടിയിട്ട് കിടന്ന് കിട്ടേണ്ട കുരുമുളക്. ഇനി നമ്മള് ചിക്കൻ വാങ്ങാനാണ് പോണത്. ചിക്കൻ വാങ്ങില്ലല്ലോ, ബാക്കിയൊക്കെ വാങ്ങി. ഗൈസ് അപ്പം ഇനി ചിക്കൻ വാങ്ങാണ്ട് പോവാണ്. ഈ റൂമിൽ പോയി അടിച്ചു പൊളി. കൊണ്ട് പട്ടിന്റെ മുന്നിലേക്ക് പോവല്ലേ. അവിടെ ഇത് പട്ടിയല്ലേ? ഇവിടെ ഗൈസ് ഇവിടെ വെറൈറ്റി പട്ടികളൊക്കെ ഉണ്ട്. കണ്ടോ? ഒന്ന് നോക്കല്ല, കിഡിലും പ്ലേസ് ആട്ടോ അവിടെ. വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്ത് പോവാ. അവിടെ എന്ത് തുരുത്താണത്? ബാലാതുരുത്ത്. ഇത്തറും കായല്, അതിന്റെ നടുക്കൂട്ടി ഒരു പാലം. ഈ പാലം കടന്നു കഴിഞ്ഞാൽ എന്തിനു അല്ല, ഈ പാലം കടന്നു കഴിഞ്ഞാല് കള്ളപ്പന്നി അതല്ല. മൂപ്പരെന്താ പറഞ്ഞ നമ്മള് പാലം കടന്നു കഴിഞ്ഞാൽ മലപ്പുറം അങ്ങനെ എന്താ പറഞ്ഞല്ലോ. ആ എന്തൊക്കെ ഉണ്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഗൈസ് നല്ല മൂരുവെള്ളം. ഗൈസ് നല്ല കായലും കണ്ട് നല്ല മൂരുവെള്ളം കുടിക്കാം. എടാ ഈ പട്ടി പിന്നാലെ പോരുണ്ടല്ലോടാ. എന്റെ പൊന്നാര പട്ടിയെ ആകെ ആകെ ഒത്തിരി ചിക്കനുള്ളൂ. എവിടുന്ന് കൂടിയതാ അറിയാം.
ഏതായാലും പാലക്കാടല്ല. ശ്യാമ പെരേന്ന് ഒഴിവാക്കിയാ പോ തോന്നുന്നുണ്ട് എന്നെ പോലെ. എടാ കയാക്കിങ് തുറക്കും ഇനി ഇന്ന് തുറക്കോ? ഇല്ല, വെള്ളമില്ല. അതായത് കയാക്കിങ് ഓപ്പൺ അല്ല, അപ്പൊ നമുക്കത് മിസ്സായി. സംഭവം അതും കൂടെ ഉണ്ടായി സെറ്റ് ആയിരുന്നു അല്ലേ ശ്യാമേ? നെക്സ്റ്റ് ടൈം പിടിക്കാം. എന്തോ വെള്ളത്തിന്റെ എന്തോ പ്രശ്നം കൊണ്ട് ഇപ്പൊ താൽക്കാലികമായിട്ടൊന്ന് ക്ലോസ് ചെയ്താണ്. വെള്ളത്തിന്റെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം താഴ്ന്നിരിക്കുക. വെള്ളം താഴ്ന്ന പ്രശ്നം അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ഒരു പ്രശസ്തമായ അമ്പലമൊക്കെ ഉണ്ടാവും. ഇതെന്ത് അമ്പലം? മടവമ്പാട്ട് പടിഞ്ഞാറത്തറയിൽ ഭഗവതി ക്ഷേത്രമാണ്. നമുക്ക് എന്ത് മനസ്സിലാക്കാം, ചില ടൈമില് അവിടെ പട്ടിയൊക്കെ ഭയങ്കര സ്നേഹടാ, അതുകൊണ്ടാണ്. പട്ടികൾക്ക് നല്ല സ്നേഹമാണ്. സ്നേഹമാണ്. കാണുമ്പോ ഇങ്ങനെ ഇത് പിടിച്ചിട്ടില്ലേ, അതിന്റെ തൊണ്ടിൽ ഇങ്ങനെ കാല വരെ നിലത്തേക്ക് ഒറ്റ പൂശം കൊടുക്കണം. അടുത്ത തമ്പുരാനെ ഇത് വെറും ക്രൂരനാണ്, ക്രൂരൻ. അപ്പോ റെയിൽവേനെ ഇവിടെ നമ്മള് എന്താ പറയാ, ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെ ഉണ്ടോ. കാരണം കൂടുതൽ ആർക്കും അറിയാത്ത എന്നാ അടിപൊളിയായിട്ടുള്ളൊരു സ്പേസ്, ഒന്നും പറയല്ല. ഒരു കിടിലൻ ദ്വീപാണിത്. കണ്ടൽക്കാടുകൾ കണ്ട, ഇതാണ് നമ്മൾ നേരത്തെ അവിടെ നിന്ന് പോകുന്ന പാലം. ഏത് ഇതല്ലേ? ആ ഈ ഒരു തുരുത്തുണ്ട, അതായത് ഈ കണ്ടൽക്കാടിന്റെ അപ്പുറത്താണ് നമ്മൾ സ്റ്റേ ചെയ്ത്. നമ്മൾ അവിടെ നിന്നാണ് വന്നത്. ഏത് മൂടില്ല എടാ, ബോട്ട് കയറണ്ടേ? ബോട്ടിങ് ഉണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. ബോട്ടിങ് ഉണ്ട്, കയാക്കിങ് ഉണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ. ഈ തുരുത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതൊരു ഐലൻഡാണ്, ദ്വീപ് തന്നെ. അപ്പോൾ ഇവിടുന്ന് ആൾക്കാർ പുറത്തോട്ട് ആൾക്കാരുടെ സമ്പർക്കം എന്ന് പറഞ്ഞാൽ ഈ തോണി സർവീസ് മാത്രമേ ഉള്ളൂ. അത് ഈ ഫെറി സർവീസ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സർവീസ് ആയിരുന്നു, ഫ്രീ ആയിട്ട്. അത് കാശൊന്നും കൊടുക്കണ്ട, നമുക്ക് എല്ലാവർക്കും ഇതിന് വേണ്ടി ഗവൺമെന്റ് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. പിടിക്കുന്നത്. പിന്നെ അതിന് ശേഷം ഇപ്പൊ ഒരു 120 വീടുകളൊക്കെ ഇതിനകത്തുണ്ട്. പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്നില്ല, അത് കടലുണ്ടി കടവ് പാലം. കടല് ക്രോസ് ചെയ്തിട്ട് ആണ് ആ പാലം ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെ. പിന്നെ അത് ഇപ്പൊ നമ്മളിപ്പോ ആ പാലത്തിന്റെ ഈ വടക്കേ ഭാഗം അത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റ് ആയി. അതിന്റെ തെക്കേ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അത് മലപ്പുറം ഡിസ്ട്രിക്ട്. ഇപ്പൊ നമ്മളിപ്പോ മലപ്പുറം കോഴിക്കോടിന്റെ ബോർഡറിലാണ് നിൽക്കുന്നത്. അത് കടലുണ്ടി പുഴ ഒന്ന് ചേർന്ന സ്ഥലമാണ്, അഴിമുഖാണെന്ന് പറയുന്നത് കേട്ടോ. പിന്നെ പക്ഷി വളർത്തൽ കേന്ദ്രമാണ് ഈ കാണുന്ന അങ്ങേ ഭാഗത്തേക്ക്. ആ കാണുന്ന ആ ഭാഗത്തൊക്കെ പക്ഷി വളർത്തലാണ്. അപ്പോൾ നമ്മൾ അവിടേക്ക് വാക്കുവേ ഉണ്ട്. നടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ പക്ഷി വളർത്തൽ കാണാൻ പറ്റും. നമ്മളെ കടലുണ്ടി ട്രെയിൻ അപകടം ഉണ്ടായത് ഇവിടെ അല്ലേ? കടലുണ്ടി ട്രെയിൻ അപകടമുണ്ടായ പാലാണ് ഈ കാണുന്നത്. അന്ന് ഈ പാലം എങ്ങനെ ആയിരുന്നില്ല, ഇത് കോൺക്രീറ്റ് പാലായിരുന്നില്ല, അത് ഗൈഡറിന്റെ പാലമായിരുന്നു. പണ്ടത്തെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പാലം, ആ പാലമായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ഒരു പാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാനും ലൈൻ. പിന്നെയാണ് ഡബിൾ ലൈൻ വന്നതല്ലോ. അന്ന് ഡബിൾ ലൈൻ ഉണ്ടായില്ല. അന്ന് നമ്മളെ മദ്രാസ് മെയിലാണ് ഇവിടുന്ന് ആക്സിഡന്റ് ഉണ്ടായത്. ഇവിടുന്ന് പുറപ്പെടുന്നത് മംഗലാപുരത്ത് നിന്നാണ് പേര് സ്റ്റാർട്ടിങ്. വൈകുന്നേരം 6:50 മറ്റേ ടൈമുണ്ട്. അതുകൂടെ വന്നിട്ട് ഇവിടുന്ന് പിന്നെ കുറച്ച് ഭാഗം മുന്നോട്ട് കടക്കും ചെയ്ത് ബാക്കി ഭാഗം ബാക്ക് ഭാഗമാണ് അന്ന് ഇവിടെ വെള്ളത്തിന് വീണ് വരുന്നത്. പെട്ടെന്ന് അതിൻ്റെ കാരണങ്ങൾ ഇപ്പോഴും കറക്റ്റായിട്ട് ഇത് ചെയ്തില്ല. ഇത് നമ്മളെ അന്ന് ദുരന്തം ഉണ്ടായ പഴയ പാലത്തിന്റെ ബാക്കിയല്ല, അത് ഇതില്ലേ തൂണില്ലേ? അതിന്റെ കവറിങ് ആണിത്. ചങ്ങ നമ്മളെ കൂട്ടത്തിലുള്ളതല്ലേ? ഈ നാട്ടിലുള്ളതാ? ഞങ്ങളിവിടെ മലപ്പുറം. നീ ബോട്ടിംഗ് ആണുള്ളത് അവിടെ. അത് ചാടിക്കിടക്കണല്ലേ? എനിക്ക് പിന്നെ മതില് ചാടി ശീലണ്ട്, നമ്മക്ക് ഇല്ലേ? ചാടിക്കിടന്ന് ഇനിയാണ് നമ്മള് ഒരു വെറൈറ്റി സ്പോട്ടിൽ എത്തിപ്പോ നമ്മള്. ഇവിടെയാണ് ബോട്ടിംഗ് ഉള്ളത്. സർവീസ് അല്ലേ ഇവിടെയൊക്കെ? 1 മണിക്കൂറിന് 1000 അല്ലേ? അപ്പൊ നമ്മള് പ്ലേസ് ഒക്കെ കണ്ട് ഇനി നമ്മള് നേരെ റൂമിൽ പോവാ. പള്ളക്കല്ല പൈപ്പ് ഉണ്ട്. അപ്പൊ ഇനി നേരെ പോയിട്ട് ഫുഡ് ഉണ്ടാക്കണം, ഫുഡ് കഴിക്കണം. നമ്മള് ഫുഡ് വേണമെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് കിട്ടും. പക്ഷെ നമ്മള് വൈബ് എങ്ങനെ വെച്ചാല് ഉള്ളിയും തക്കാളിയൊക്കെ വാങ്ങിക്കൊണ്ടുവരാം, ചിക്കനും കൊണ്ടുവരാം, എന്നിട്ട് നമുക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കാം. അത് വേറൊരു വൈബാണ്. നമ്മൾ ചെക്കന്മാരൊക്കെ കൂടിയാണ്ട് ചിലപ്പോൾ രസം ഉണ്ടാവില്ല ഫുഡ്, പക്ഷെ
നമുക്ക് വേറെ ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കണേ. ചിക്കൻ കറി ഉണ്ടാക്കണേ ഇതെന്താ ഉണ്ടാക്കണേ കറി ഞാൻ ഉണ്ടാക്കും. കറി ഞാൻ ഉണ്ടാക്കിട്ട് ആയിക്കോട്ടെ. സത്യസന്ധമായിട്ട് ഇവൻ പറയും. നിങ്ങള് ഇജ്ജ് പറയണം. ഉണ്ടാക്കാൻ തല്ലൂടണ്ട ഉണ്ടാക്കിക്കോളി തിന്നല് ഞാൻ തിന്നാ ആ ഈ അച്ചക്ക് തിങ്ങൂല. അവിടെ ഉള്ളി വളകൊക്കെ ഉണ്ട്, അതൊക്കെ കട്ട് ചെയ്യാൻ കിട്ടും. നമ്മക്ക് അയ്യ ഹെൽപ്പർ. ഹെൽപ്പർ ഞാന്. പക്ഷെ ഒരു കാര്യം അടാ ടേസ്റ്റി ഉണ്ട് ഇപ്പൊ ഫുഡ് രസം ഉണ്ടോ ഇല്ലേ വലിയ മറ്റേ ഫിറോസൊക്കെന്നല്ലോ, ചുട്ടിപ്പാറ ആളൊന്നല്ലല്ലോ. ചുറ്റിപ്പാറിന്റെ അന്ത്രോനാണ് ഞാൻ. നല്ല ടേസ്റ്റ് ഉണ്ട്. ആളിന്റെ നാട്ടുകാരനാട്ടാ ചുറ്റിപ്പാറ. അല്ല ഇതൊരു രസം തന്നെ അല്ലേ. എന്ത് ഇത് മലപ്പുറം, ഞാൻ പാലക്കാട്. കോഴിക്കോട്. ഒരു ബന്ധമില്ല അല്ലേ, ഒരു ബന്ധമില്ലാത്ത അല്ലെങ്കിലും ഈ മറ്റേ എന്താ പല നാട്ടിൽ നിന്ന് വന്ന് പല നാട്ടിൽ നിന്ന് വന്ന് ചങ്കാളായ അല്ലെങ്കിൽ ഈ ദുഷ്ടന്മാരെ ദൈവം ഒന്ന് പറയണ ആ സാധനം ഉണ്ടല്ലോ.